PP എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോൾ ഷാഫി സലാഹിയും വിറച്ചിടും എന്ന് ജിഷാൻ മാഹി പാടിക്കൊണ്ടാണ് ആ ഫോൺ അവസാനിപ്പിക്കുന്നത്. ഓൻ അതങ്ങനെ തന്നെ യൂട്യൂബിലിട്ടു. മിനിഞ്ഞാന്ന് കാന്തപുരം സുന്നികളുടെ ബൈലക്സ് ക്ലാസ് റൂമിൽ നടക്കുന്ന പ്രസംഗം ഷാഫി സലാഹി ചങ്ങലീരിയുടേതാണ്. പോരെ, ഓന് പ്രചരിപ്പിക്കേണ്ട പ്രസംഗം തന്നെയാണത്. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് KNMന്റെ വിളിച്ചു ചേർത്ത സംയുക്ത കൗൺസിലിൽ PP അബ്ദുള്ള കോയ മദനി ആദർശപരമായി ഗൗരവം കാണിച്ചുകൊണ്ട് സംസാരിച്ച പ്രസംഗത്തില് ഒരു വാചകം എടുത്തിട്ട് ഇതുകൊണ്ട് ശത്രുക്കൾക്കൊക്കെ 1000 ഒരോളിച്ചടക്കുന്ന ആളാവാം. ഓനാണ് ഈ സൗഹൃദം വെച്ച് പുലർത്തുന്നത്. ആരോട്? ജിഷാൻ മാഹിയോട്. ഓന്റെ പ്രസംഗം 1.5 മണിക്കൂർ നേരത്തെ ഫോൺ സംഭാഷണമാണ് കാന്തപുരം സുന്നികളുടെ ബൈലക്സ് ക്ലാസ് റൂമിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇവിടെയാണ് പെറ്റി നിൽക്കുന്നത്. അവരാണത്ര യഥാർത്ഥ പ്രസ്ഥാനം, അവരാണത്ര യഥാർത്ഥ KNM, അവരാണത്ര യഥാർത്ഥ സലഫികൾ. ആ മാർഗത്തിലാണത്ര എല്ലാവരും. ഇത് മൂവർ സംഘം. 3-ൽ 1 ഞാന്, 2 ആൾ ഇവിടെ അപ്പുറം ഇരിക്കുന്നുണ്ട്. ഒന്ന് അനസ് മൗലവി, ഒന്ന് ഹനീഫ് കായക്കൊടിയും. ഇത് 3 തന്നെ ഉള്ളൂ. സലാഹികളൊക്കെ ജിന്നൂരികളാണ് എന്നാണ് ഇവിടെ കേട്ടല്ലോ. നേരത്തെ സലാഹിമാരുടെ നേരെ വരാനിരിക്കുകയാണ് ഇനി. സലാഹിമാരുടെ പട ആദർശ സംരക്ഷണത്തിനും ആദർശത്തെ പ്രതിരോധിക്കാനും സലാഹി പട രംഗത്തിറങ്ങുകയാണ്. അങ്ങനെയൊന്നും വിചാരിച്ച് നടക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഈ വലിയ KNM പ്രസിഡന്റിന്റെ പേരിൽ ഇത് പറഞ്ഞാൽ വേറൊരു സംഘടനയിലാണെങ്കിൽ പിറ്റേന്ന് ഓന് ഡിസ്മിസ്ഡ്, അതായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അച്യുതാനന്ദൻ, അപ്പോ മൗലവി ഇവിടെ ഉള്ളൂന്ന് എനിക്ക് പറയാൻ വയ്യ, അച്ചുമാമൻ എന്നാണ് നെറ്റില് ബഹുമാനപ്പെട്ട KNM പ്രസിഡന്റിനെ കള്ളത്തരത്തിൽ ഈ കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന ദുരാരോപണം ഉന്നയിക്കുന്നവർ എഴുതിയിട്ടുള്ളത്. ജമിയത്തുൽ ഉലമ കഴുതകൾ എന്നാണ് ജമിയത്തുൽ ഉലമ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവർ ഫോർവേഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ഈ നെറ്റ് ജീവികൾക്ക്, ഈ മെസ്സേജ് അയക്കുന്ന ജീവികളുടെ മണി. നോക്കണം നിങ്ങൾ എവിടെ എത്തിവരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മുജാഹിദ് പ്രസ്ഥാനമായതുകൊണ്ട് ക്ഷമിച്ച് ഇനി ഓനെ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും സംസാരിക്കാം എന്നുള്ള നിലക്ക്. അതിന്റെ ഇടക്കാണ് നേരത്തെ പറഞ്ഞ നിലക്ക് എറണാകുളത്ത് ആ ചർച്ച നടക്കാൻ വേണ്ടി സ്വകാര്യമായിട്ട് ഇവർ തീരുമാനിച്ചതിന്റെ തലേന്ന് രാത്രി 10 മണിക്ക് ശേഷം മദനിന്റെ വീട്ടിലൊരു കവർ കൊണ്ടുപോയി കൊടുത്തത് ഷാഫിയാണ് കൊണ്ടുപോയി കൊടുത്തത്. ഒപ്പം ഒരു ഫൈസലുണ്ട്. അപ്പൊ ഇത് പിന്നെങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ജമിയത്തിന് കത്തെടുത്ത് ചർച്ചല്ല. ഒരു അഡ്രസ്സില്ലാത്ത കത്ത് ആരെങ്കിലും പരിഗണിക്കും? ഒരു സംഘടനയ്ക്ക് പരിഗണിക്കാൻ പറ്റുമോ? പേരെഴുതിയിട്ട് ഒപ്പ് എന്ന് മാത്രം ഉണ്ടെങ്കിൽ എടുക്കാൻ കഴിയൂല. ഇന്റെ ഒരാൾക്കെങ്കിലും ഒപ്പ് അച്ചടിച്ചെടുത്ത് ഒരാൾക്കെങ്കിലും ഒപ്പിട്ടൂടെ? തൊണ്ടെന്ന് എടുത്തോന്ന് ഒപ്പിട്ടൂടെ? അതും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൊടുത്ത ആളെ വിളിപ്പിച്ചു. ജമിയത്തിന്റെ സെക്രട്ടറി മദനി വിളിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് TP ഉണ്ട്, ട്രഷറർ അഹമ്മദ് അലി മദനി ഉണ്ട്, ജമിയത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഞാനുണ്ട്, അതേപോലെ തന്നെ KNM സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനുണ്ട്, സലീം ചാലിയവും ഉണ്ട്.